എനിക്ക് എന്റെ ബുദ്ധിമുട്ട് അയാളെ ഓർത്തിട്ടല്ല, അല്ലെങ്കിൽ ഇറങ്ങാനിരിക്കുന്ന കുറെ സിനിമകളുണ്ട്, അതിനെ ബാധിക്കും എന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. ഇതിനു മുന്നേയും ഇതുപോലെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരാളുടെ ഇന്റർവ്യൂവിൽ അയാൾ അസഭ്യം പറഞ്ഞിട്ട് ആ സിനിമയ്ക്കുണ്ടായ പ്രശ്നങ്ങൾ, ഒരു സെയിൽ പോലും നടക്കാതെ, ഒരു OTT പോലും എടുക്കാതെ ഉള്ള പ്രശ്നങ്ങൾ എനിക്ക് വ്യക്തമായിട്ടറിയാം. അല്ലാതെ അയാളെ മുന്നിൽ കണ്ടുകൊണ്ടല്ല ഞാൻ ഈ നിലപാട് എടുക്കുന്നത്. ഒന്നാമത്തത്. പിന്നെ ശരിയാണ്, എന്റെ ഒരു വ്യക്തിത്വം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കൾട്ടിവേറ്റ് ചെയ്യുന്ന എന്റെ കുറച്ച് ഐഡിയോളജീസ് ഉണ്ടാവുമല്ലോ, അതിൽ അയാൾക്കൊരു മാറ്റമുണ്ടെങ്കിൽ, അയാള് നന്നാവാൻ തീരുമാനിച്ചാൽ അയാളെ വീണ്ടും പരിഗണിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അതാണ് എന്റെ വേറൊരു വശം. പക്ഷേ ഇപ്പൊ പുറത്തു പറയാൻ തയ്യാറാവാത്ത ഞാൻ എന്റെ പരാതിയിലും ഞാൻ വ്യക്തമാണ്. ഞാൻ അയാളുടെ പേരോ സിനിമയുടെ പേരോ പുറത്തു പറയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നടപടി വ്യക്തമായിട്ടും വേണം, വ്യക്തവും ശക്തമായിട്ടുള്ള നടപടി വേണം. കാരണം സിനിമാ സെറ്റിൽ ഇങ്ങനത്തെ ഉപയോഗിച്ചു വന്ന് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. അത് വളരെ വ്യക്തമായി ഉറച്ച നിലപാടിൽ ഞാൻ പറയുന്നു. അവരുടെ പേഴ്സണൽ ലൈഫ് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. പക്ഷെ സിനിമാ സെറ്റിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഇത് ശരിയല്ല. അത് എനിക്ക് മാത്രമല്ല, എന്റെ സഹപ്രവർത്തകയ്ക്കും വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആ കുട്ടി ലാസ്റ്റ് ഡേ ഭയങ്കര വിഷമിച്ചിട്ടാണ് പോയത്. ഞാൻ അയാളുടെ മുഖത്ത് നോക്കി 2 വർത്താനം പറഞ്ഞിട്ടാണ് അറ്റ്ലീസ്റ്റ് നിന്നിട്ടുള്ളത്. എങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള നിലപാട് അത് വ്യക്തമാക്കുക. അതുപോലെ തന്നെ ആ ഒരു നിലപാടിൽ നമ്മളൊക്കെ ഉറച്ചു നിൽക്കുക. അങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും അതല്ലെങ്കിൽ ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിട്ടും നമ്മളൊക്കെ എന്താണ് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താണ് ഈ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ ഒരു സിനിമാ നടിയായിട്ടുള്ള വിൻസിയുടെ ഈ ഒരു പ്രതികരണവും. അതുപോലെ തന്നെ ഒരു ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിനൊക്കെ നടത്തുമ്പോൾ അതിലൊരു പ്രതിജ്ഞ എടുത്തു ഈ ഒരു വിൻസി എന്ന് പറയുന്ന ഈ ഒരു നടി. അപ്പോൾ അതിനെതിരായിട്ടും ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു നടിക്കെതിരെ വരികയും പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും, അതായത് അനുകൂലിച്ചിട്ടും പ്രതികൂലിച്ചിട്ടൊക്കെ എന്താണ് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മളെ ഷെയിം ടോൺ ചാക്കോനെ കുറിച്ചിട്ടാണ്. അതായത് ഈ ഷെയിം ടോൺ ചാക്കോ ഒരു സിനിമയിൽ, അതായത് സിനിമാ സെറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഒരുപാട് അതായത് ജൂനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകാരൊക്കെ ബുദ്ധിമുട്ടിക്കലും, അതായത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പല ആൾക്കാരും പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടും അതിപ്പോൾ ഈ ഓരോ സംഘടനയിലും പല സംഘടനയുണ്ടല്ലോ ഇപ്പോൾ ഈ സിനിമയിലൊക്കെ. പക്ഷേ ഈ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഈ ഒരു നടന്മാർ, അതായത് ഇതുപോലുള്ള നടന്മാർ, ഈ ഷൈൻ ടോം ചാക്കോ മാത്രമല്ല, അങ്ങനെ പുതുമുഖങ്ങളായിട്ടുള്ള ഒരുപാട് നടന്മാരെന്താണ് ലഹരിക്ക് അടിമയാണ്. പക്ഷെ അതിനെതിരെയൊന്നും ഒരു സംഘടനയും പ്രതികരിക്കാനൊന്നും നിന്നില്ല. പക്ഷേ തൻ്റെ ഇടത്തോടു കൂടി നമ്മളെ ഈ ഒരു വിൻസി എന്ന് പറയുന്ന വ്യക്തി, അതായത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും, അതായത് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു വീഡിയോസൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. സ്വന്തം നിലപാട് വ്യക്തമാക്കിയിട്ട് തന്നെയാണ് ഈ വിൻസി അതിലും പറഞ്ഞത്. ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും, അതാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാതിരിക്കുക, അതിന്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട്. ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു നോയ്സൻസ് ആയി മാറുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു നോയ്സൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത്. എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല. സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത്. ആൻഡ് ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ, ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും, ആ ഡയറക്ടറിന്റെയും ടീമിന്റെയും
എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് ആക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിന്റെ മുന്നോട്ട് പോയത്. ഈ ഒരു വീഡിയോ എന്താണ് സോഷ്യൽ മീഡിയയിൽ വിൻസി പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പല ആൾക്കാർക്കും ഒരു ബോധം വന്നത്, ഇത്രയും വലിയ ഗൗരവമായ ഒരു വിഷയമാണെന്നൊക്കെ ഇവർക്കൊക്കെ എന്താണ് ഒരു ബോധ്യം വന്നത്. ഇതിനു മുമ്പ് പല പ്രാവശ്യം പരാതി കൊടുത്തുക്കണു. അതേമാതിരി ഈ ഷെയ്ൻ ടോം ചാക്കോന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല ഈ സംഘടനയിലുള്ള പല ആൾക്കാർക്കും പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. പക്ഷെ അതിനൊന്നും ഒരു പരിഹാരമോ കാര്യങ്ങളോ അതൊന്നും അന്വേഷിക്കാനൊന്നും ഈ ഒരു സംഘടന ഒന്നും ഉണ്ടായില്ല. അവസാനമാണ് എന്താണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വിൻസി ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഷെയ്ൻ ടോം ചാക്കോ ഈ ഒരു ഹോട്ടൽ റൂമിലുണ്ട് എന്നുള്ളൊരു രഹസ്യ വിവരം കിട്ടിയതിന് ശേഷം ഒന്ന് അന്വേഷിക്കണം എന്ന് വിചാരിച്ചിട്ട് പോലീസുകാരൊക്കെ എന്താണ്, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ യൂണിഫോമിലല്ല അല്ലാതെ ചെന്നിട്ടൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് ഹോട്ടൽ റൂമിലേക്ക് ചെന്നത്. പക്ഷെ അവിടെയാണ് ഒരുപാട് നാടകീയ രംഗങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. സിനിമയിനേക്കാളും വെല്ലുന്ന രംഗങ്ങളൊക്കെ എന്താണ് ആ ഹോട്ടൽ റൂമിലും അതല്ലെങ്കിൽ ആ ഹോട്ടൽ പരിസരത്തൊക്കെ ഉണ്ടായത്. അതായത് ഷെയ്ൻ ടോം ചാക്കോ അവിടെ ഉണ്ട്, അതല്ലെങ്കിൽ ഷെയ്ൻ ടോം ചാക്കോൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അവിടെ റൂമിലുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയതിന് ശേഷമാണ് ഈ പോലീസുകാരെന്താണ് അത് അവിടെ അന്വേഷിക്കാൻ ചെന്നത്. പക്ഷെ അവിടെ ചെന്നതും ഡോറ് തുറന്നതും, അതായത് ഷെയ്ൻ ടോം ചാക്കോൻ്റെ റൂമിൻ്റെ ഡോറ് തുറന്നതും ഷെയ്ൻ ടോം ചാക്കോ എന്താണ് ഇറങ്ങി ഓടി. ആൻസാ പരിശോധനയ്ക്കിടെ മുറിയിൽ നിന്നിറങ്ങി ഓടി നടൻ ഷെയ്ൻ ടോം ചാക്കോ എറണാകുളത്തെ PGS വേദാന്ത ഹോട്ടലിൽ നിന്നാണ് ഇറങ്ങി ഓടിയത്. ഡാൻസ് ഓഫ് സംഘം ലഹരി പരിശോധനയ്ക്ക് എത്തിയതാണ്. ഇന്നലെ രാത്രിയായിരുന്നു ഈ ഓട്ട സംഭവം. കഴിഞ്ഞ ദിവസമായിരുന്നു ലഹരി ഉപയോഗിച്ചുകൊണ്ട് സിനിമാ സെറ്റിൽ തനിക്ക് മോശമായ അനുഭവം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി വിൻസി അലോഷ് ഇത്തരത്തിലൊരു പ്രസ്താവന പിന്നീട് വീഡിയോ ഉൾപ്പെടെ പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് താരസംഘടനയായ അമ്മ ആദ്യഘട്ടത്തിൽ അത് പ്രതികരിക്കുവാൻ തയ്യാറായിരുന്നില്ല. അമ്മ അംഗമായാൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നായിരുന്നു ഇന്നലെ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ അത് ഗൗരവത്തോടുകൂടി ഇപ്പോൾ അമ്മ സംഘടന അത് കാണുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിൻസി അലോഷസ് അല്പസമയത്തിന് മുമ്പാണ് ഇമെയിൽ മുഖേന അമ്മ അഡ്ഹോക് കമ്മിറ്റിക്കായിട്ട് ഇത്തരത്തിലേക്ക് ഒരു പരാതി തനിക്കുണ്ടെന്ന് അയച്ചത്. അതിനകത്ത് നടന്റെ ഉൾപ്പെടെ പേര് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവരുടെ പേരും കൃത്യമായി തന്നെ വിൻസി അലോഷ്യസ് പരാതി നൽകി. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ അമ്മ സംഘടന തിരക്കിട്ട നടപടിയിലേക്ക് കടക്കുന്നത്. മൂന്നംഗ കമ്മിറ്റിയെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ്. അല്ല, എന്തിനാണ് ഇപ്പോൾ ഇവൻ ഹോട്ടൽ റൂമിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി ഓടിയത് എന്നാണ് നമുക്കൊന്നും മനസ്സിലാകാത്തത്. കാരണം ഇവൻ്റെ അടുത്ത് കാര്യത്തിൽ കുറ്റവും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇപ്പോൾ ഇടക്കിടക്ക് ഓരോ ഇൻ്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ കുറ്റക്കാരനൊന്നല്ല, നമ്മളെ പെടുത്തിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മളിതുപോലെ പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇൻ്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ പറയലൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവൻ്റെ വീട്ടുകാർ, അതായത് ഇവൻ്റെ വീട്ടുകാർ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിനും ഇവൻ്റെ വീട്ടുകാർ ഇവനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടു. അതായത് അവൻ റൂമിൽ ചിലപ്പോൾ അവൻ പേടിച്ചിട്ട് ഇറങ്ങി ഓടിയതായിരിക്കും, അവൻ്റെ റൂമിൽ നിന്നൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇവൻ്റെ വീട്ടുകാരും പറയുന്നുണ്ട്. അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അവൻ്റെ റൂമിലൊന്നും ഇല്ലെങ്കിൽ ഇവനക്ക് ഇറങ്ങി ഓടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൻ്റെ കയ്യിൽ വല്ല തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങി ഓടിയാൽ മതി. അതല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിനിടയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ ഷെയ്ൻ ടോം ചാക്കോനെ ഇതുപോലെ ഹോട്ടൽ റൂമിൽ നിന്ന് പിടിച്ചിരുന്നു, അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ ആ ഒരു വിചാരണയൊക്കെ ചെയ്തതിന് ശേഷം അവന് കുറ്റക്കാരനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ വെറുതെ വിട്ടതിന് ശേഷം കോടതി, അതായത് ഈ പോലീസുകാരെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ട് വിമർശിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കെയ്ൻ കേസിൽ അന്വേഷണത്തിലെ വീഴ്ചകളും പിഴവുകളും എണ്ണിപ്പറഞ്ഞ വിചാരണ കോടതി അന്വേഷണ നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി. പിടിച്ചെടുത്ത ലഹരി മരുന്നിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയില്ല എന്നും ഷൈൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കൊക്കെയ്ൻ ഉപയോഗിച്ചോ എന്ന് പരിശോധിച്ചില്ല എന്നും കോടതിയുടെ ഉത്തരവിലുണ്ട്. എന്നെ ആ കേസിന് പോലും പിടിക്കുന്നത് എനിക്ക് അത്രയും കഴിവില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ എനിക്ക് അതിലിടപെടാൻ പറ്റാത്തത് കൊണ്ടുമാണ്. എനിക്കതിനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ എനിക്കതിനുള്ള സ്വാധീനിക്കാൻ പറ്റാത്ത വെറും സാധാരണക്കാരൻ. സ്വാധീനമില്ലാത്തത് കൊണ്ടാണ് കേസിൽ പ്രതിയായതെന്ന് ഷൈൻ ടോം ചാക്കോ പറയുമ്പോൾ പോലീസ് അന്വേഷണത്തിലെ വീഴ്ചയെക്കുറിച്ചാണ് വിചാരണ കോടതി പറയുന്നത്. ഷൈൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട ഉത്തരവിലാണ് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിൽ പിഴവുകൾ കോടതി എണ്ണി പറയുന്നത്. കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി. പിടിച്ചെടുത്ത കൊക്കൈനിലെ ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായി വേർതിരിച്ച ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധന നടത്തിയില്ല. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ല. ഫ്ളാറ്റിലെ പരിശോധനയിൽ പോലീസ് കണ്ടെടുത്ത പല വസ്തുക്കളും സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയുമില്ല. വനിതാ പ്രതികളെ പരിശോധിച്ചത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയല്ല, ഡ്യൂട്ടിയിലില്ലാത്ത ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണ് അന്വേഷണ ഘട്ടത്തിൽ മഹസർ തയ്യാറാക്കിയത്. 1-ാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്ന് കൊക്കൈൻ കണ്ടെത്തിയില്ലെന്നാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണഘട്ടത്തിൽ പറഞ്ഞത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്ന പ്രോസിക്യൂഷൻ വാദം പോലീസ് പട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളിപ്പറഞ്ഞു.
ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്നതാരെന്നും ആദ്യം അകത്തേക്ക് കടന്നതാരെന്നും പോലീസ് ഉദ്യോഗസ്ഥന് ഓർമ്മയില്ലെന്നും ഉത്തരവിലുണ്ട്. 2015 ഫ്ളാറ്റിൽ നിന്നും കൊക്കൈൻ പിടിച്ചെടുത്തതിൽ നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കി കടവന്ത്ര പോലീസ് കേസെടുത്തത്. വിചാരണയ്ക്ക് ശേഷം ഫെബ്രുവരി 11 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി. ഇപ്പോഴാണ് മനസ്സിലായത് ഷെയിൻ ടോം ചാക്കോ എന്താണ് റൂമിൽ നിന്ന് പോലീസുകാരെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയത് എന്നുള്ളത്. കാരണം ഇനി ഷെയിൻ ടോം ചാക്കോനെ പോലീസുകാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പഴുതുമില്ലാതെ ഷെയിൻ ടോം ചാക്കോനെ പൂട്ടും. അതെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പത്തെ കേസിൽ തന്നെ കോടതി വരെ എന്താണ് പോലീസുകാരെ പരമാവധി എന്താണ് വിമർശിച്ചിരിക്കണു. അതായത് അവരുടെ ഉണ്ടായ പിടിപ്പുകേട്, അതായത് അവർ ഈ ഒരു ഷെയിൻ ടോം ചാക്കോനെ കിട്ടിയതിന് ശേഷം അറസ്റ്റ് ചെയ്തതിന് ശേഷം അവൻ്റെ രക്തസാമ്പിളും അതും ഇതൊന്നും എന്താണ് പരിശോധനയ്ക്കൊന്നും വിധേയമാക്കാതെ അവൻ കുറ്റക്കാരനല്ല എന്നതിലാണ് കോടതി അവൻ എന്താണ് വിട്ടയച്ചത്. കാരണം ഓരോ പഴുതുകൾ എന്താണ് പോലീസുകാരനെ ഇല്ലാതാക്കി ആ ഒരു കേസിൽ. പക്ഷേ ആ ഒരു വിമർശനം കോടതിയിൽ നിന്ന് കേട്ടതിന് ശേഷം ഈ ഒരു ഷെയിൻ ടോം ചാക്കോനെ കിട്ടിക്കഴിഞ്ഞാൽ പോലീസുകാർ എന്തായാലും നല്ല രീതിയിൽ തന്നെ എന്താണ് അവനെ പരിശോധനയും ഇതൊക്കെ ചെയ്തതിന് ശേഷം തന്നെ ഉള്ളൂ എന്താണ് കോടതിയിൽ ഹാജരാക്കലും. അതായത് അവനക്കെതിരെ അല്ലെങ്കിൽ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ തെളിവും കാര്യങ്ങളൊക്കെ എന്താണ് പോലീസുകാരെന്താണ് ശേഖരിക്കും. അങ്ങനെ ശേഖരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ അവനെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ എന്താണ് രക്തസാമ്പിളോ ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷെയിൻ ടോം ചാക്കോ കുറ്റക്കാരനായിരിക്കും. അങ്ങനെ കുറ്റക്കാരനാണെങ്കിൽ ഷെയിൻ ടോം ചാക്കോ എന്ന് പെടും. അങ്ങനെ പെട്ട് കഴിഞ്ഞാലോ എന്താണ് കുടുങ്ങുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഷെയിൻ ടോം ചാക്കോ എന്താണ് ഇറങ്ങി ഓടിയിട്ടുണ്ടാകുക. അതല്ലെങ്കിൽ ഇറങ്ങി ഓടേണ്ട ഒരു ആവശ്യമല്ല ഈ ഷെയിൻ ടോം ചാക്കോന്. കാരണം ഒരു പോലീസുകാർ വന്നു, റൂം പരിശോധിച്ചു, റൂമിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് അവർക്ക് എന്താണ് തിരിച്ചു പോകാം, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പിന്നെ എന്തിനാണ് ഇവൻ ഇറങ്ങി ഓടിക്കുന്നത്? അപ്പോൾ അതിലെന്തേലും പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ അവൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവനക്ക് ഇറങ്ങി ഓടേണ്ട ആവശ്യമുള്ളൂ. എന്താണെങ്കിലും ഈ സിനിമനൊക്കെ വെല്ലണമാതിരിയാണ് അവിടെ നാടകീയ രംഗങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി, ഷീറ്റുമൊക്കെ ചാടി, അത് കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിലേക്ക് വീണ് അവിടെ നിന്നൊക്കെ എണീച്ച് പോയി എന്നൊക്കെയാണ്, ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ ന്യൂസിലൊക്കെ കേൾക്കുന്നത്. എന്താണെങ്കിലും ഷെയിൻ ടോം ചാക്കോ ഇപ്പോൾ എവിടെയാണോന്നോ എന്താണോന്നോ ഒന്നും അറിയില്ല. ഈ ഒരു സിനിമാ മേഖലയിലുള്ളവരും അതല്ലെങ്കിൽ ഇതേമാതിരി സംഘടനകളൊക്കെ ഉള്ളവരോടൊക്കെ പറയാനുള്ളത്, ഇവനെ പോലെയുള്ള ആൾക്കാർ അതല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വന്നിട്ട് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവനെ പോലെയുള്ളവർ അല്ലെങ്കിൽ ഇവനെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് ഈ സിനിമാ മേഖലയിൽ വെച്ച് പുലർത്തുന്നത്? അവനൊക്കെ എന്താണ് പുറന്തള്ളണ്ടേ? അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നല്ല നല്ല ആൾക്കാരെ അതിൽ കയറ്റണം. അല്ലാതെ ഇവരെ പോലെയുള്ളവരൊക്കെ ഇങ്ങനെ താങ്ങി നിർത്തേണ്ട ആവശ്യം എന്താണ്? എന്താണെങ്കിലും ഷെയിൻ ടോം ചാക്കോ ഈ ഇറങ്ങി ഓടിയതിനെതിരെ പോലീസുകാർ എന്തായാലും കേസും കാര്യങ്ങളൊക്കെ അവൻ്റെ പിന്നാലെ പുറകിലുണ്ടാകും. അപ്പോൾ അവൻ ഇനി അറസ്റ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവൻ കുറ്റക്കാരനാണോ അല്ലേ എന്നൊക്കെ ഉള്ളതിന് നമുക്കിനി കാത്തിരുന്ന് കാണാം. അതല്ലെങ്കിൽ പോലീസുകാർ നല്ല രീതിയിൽ അത് അന്വേഷിച്ചിട്ട് അവൻ കുറ്റക്കാരനാണെങ്കിൽ ഒരുപാട് തെളിവും കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടാണ് കോടതിയിൽ ഹാജരാക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ എന്താണ് ഈ ഷെയിൻ ടോം ചാക്കോന് ബാധിക്കും. അതിനുപരി ഈ ഷെയിൻ ടോം ചാക്കോനെ വെച്ചിട്ട് ഒരുപാട് സിനിമകളൊക്കെ എന്താണ് അഡ്വാൻസും കാര്യങ്ങളും അതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ എന്താണ് ഈ സിനിമാ മേഖലയിലുള്ള ഒരുവിധ ആൾക്കാർക്ക് എന്താണ് അത് ബാധിക്കുകയും ചെയ്യും. എന്താണെങ്കിലും ഇനി കാത്തിരുന്ന് കാണാം ഷെയിൻ ടോം ചാക്കോൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത്.